സൂചിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മലയാളി താരം ശ്രീ ശ്രീകാന്ത് കൃഷ്ണദാസ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാൻ പാലക്കാട്ടിൽ നിന്നാണ്. ഇതിന് മുന്നേ ചെയ്ത പടം മട്ടിയാണ്. അതും ഇതേപോലെ ഒരു 3-4 വർഷത്തെ ട്രെയിനിങ് എടുത്തൊരു ചെയ്ത സിനിമയാണ്. ഡയറക്ടർ യൂണിക് കണ്ടന്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു 4x4 ജീപ്പ് വാങ്ങി തന്നിട്ട് നേരെ മൂന്നാറിലേക്ക് വിട്ടു. കുറച്ചു കാലം ഇനി അവിടെ നിന്ന് ജീവിച്ചോളാൻ പറഞ്ഞു. ഒരു 4-5 മാസം ബിനോച്ചായൻ്റെയും ജോസഫിൻ്റെയൊക്കെ കൂടെ കുറച്ച് അവിടെ തന്നെ ആയിരുന്നു. അങ്ങനെ അവരുടെ കൂടെ നിന്ന് മനസ്സിലാക്കി 4x4 മഡ്രൈസ് എന്താണെന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഷൂട്ടിങ്ങിന് പോയത്. പിന്നെ കൊറോണയുടെ ആ ഒരു ഗ്യാപ്പൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് 22-ൽ 21 ലാസ്റ്റ് മൂവി റിലീസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡയറക്ടർ ഒരു പ്രാവശ്യം പറഞ്ഞു ഒരു മീറ്റിംഗ് ഉണ്ടോന്ന് മധുര വരെ പോകണമെന്ന് പറഞ്ഞു. നേരെ മധുരയിൽ പോയി. മധുരയിൽ പോയപ്പോൾ 2 ആളുകൾ തമ്മിൽ ഭയങ്കരമായിട്ട് നല്ല രസമുണ്ടല്ലോ കാണാൻ എന്ന് പറഞ്ഞു. കുറച്ച് നേരം നോക്കിയിരുന്നു. അപ്പോൾ അത് പറഞ്ഞു ഇത് തമിഴ്നാടിൻ്റെ ഒരു ട്രഡീഷണൽ കൾച്ചറൽ സ്പോട്ടാണ്. ഇതാണ് നമ്മൾ അടുത്ത സിനിമയാക്കാൻ പോകുന്നത്. ഇതൊരു ഗ്ലോബൽ ലെവലിലോട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഈ സിനിമ അത്രയും ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു 3 വർഷം ഇതിനു വേണ്ടി മാറ്റി വയ്ക്കണം എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കി. ഓക്കെ, ഇതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റാണ്. പിന്നെ ആൾക്ക് ഈ ആടിൻ്റെ അടി വാങ്ങാൻ വേറെ ആളെ കിട്ടാത്തത് കൊണ്ടാണോ എന്ന് ചിന്തിച്ചു. അപ്പോൾ ഈ ആടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ആട് പോലെയല്ല. ഇത് സ്പെഷ്യലി ഒരു പ്രത്യേക ബ്രീഡാണ്. ഇത് അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അവിടെ. അതായത് ആടുകൾ തമ്മിൽ ഇടിക്കുന്നതാണ്. ഓരോ ആടും എത്ര ഇടി വരെ പോകും. 200 അടി വരെയൊക്കെ പോകുന്നതുണ്ട്. ഇത് പണ്ട് മധുരയിലും തമിഴ്നാടിൻ്റെ സ്ഥലങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന ഒരു സ്പോട്ടാണ്. പിന്നെ മധുരയുടെ സ്ലാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്ലാങ്ങാണ്. അദ്ദേഹത്തിന് പ്യുവർലി മധുര ബാക്ക്ഡ്രോപ്പ് ആയിട്ട് തന്നെ ഈ മൂവി ക്രിയേറ്റ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ സ്ലാങ് പഠിക്കാൻ പറഞ്ഞു. അവിടെ ജനിച്ചു വളർന്ന ആളുകളെ തന്നെയാണ് അസോസിയേറ്റ് ഡയറക്ടറായിട്ടും അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടും ഒക്കെ അവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. അവരെ കൊണ്ട് ഇതെങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഓരോ വേർഡുകളും കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ആടുകളെ ട്രെയിൻ ചെയ്യണം. ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമോഷനാണ് ആൾക്ക് വേണ്ടത്. ആടും ഈ കടാക്കട്ടാരി എന്നാണ് പറയുക ഈ ആടിൻ്റെ കൂടെയുള്ള ജോക്കീനെ. അപ്പോൾ കെടാക്കട്ടാരിയും ഈ ആടും തമ്മിലുള്ള ആ ഒരു ഇമോഷൻ അദ്ദേഹത്തിന് ഒരുപാട് ആവശ്യമുണ്ട്. അദ്ദേഹം പല സീനുകളിലും ഇത് വളരെ കണക്റ്റ് ആവുന്ന സീൻസാണ് ഈ കഥയിൽ മൊത്തമുള്ളത്. അപ്പോൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ സ്പോർട്സിനെ അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അവിടെയുള്ള മധുരയിലുള്ള ഓരോ ആളുകളെയും മനസ്സിലാക്കി അവരുടെ മാനറിസം എല്ലാം പിടിച്ച് അതേപോലെ അവിടെയുള്ള ഇമോഷൻസ് അവർ സംസാരിക്കുന്ന ശൈലി എല്ലാം പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഷൂട്ടിന് പോകുന്നത്. വളരെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. കുറേ ആടിൽ നിന്ന് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിനറിയില്ല. നമ്മളിപ്പോൾ കൈ ഇങ്ങനെ പെട്ടെന്ന് പൊന്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഒന്ന് അടിക്കും. അത് അങ്ങനത്തെ ഒരു ജീവിയാണ്. പിന്നെ നമ്മുടെ ഡോഗിനെയൊന്നും പോലെ പെട്ടെന്ന് ഇണങ്ങുന്നതല്ല. ഇതിനെ ഇണക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. കുറച്ച് കൂടുതൽ സമയമെടുക്കുന്നതാണ്. പിന്നെ എല്ലാ ടെക്നീഷ്യന്മാരുടെയും അതേപോലെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും വളരെ സപ്പോർട്ടീവായിരുന്നു. ആളെല്ലാം വ്യക്തമായ പ്ലാനോടുകൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടി. ഇപ്പോൾ ഇന്നലെ റിലീസായി. ഇപ്പോൾ തമിഴ്നാട്ടിലെ മധുരയിലായിരുന്നു ഞങ്ങളുടെ DFS. വളരെ നല്ല ഇമോഷനായിരുന്നു ആളുകളിൽ നിന്ന് കിട്ടിയത്. വളരെ നല്ല ഫീഡ്ബാക്ക്. അപ്പോൾ വളരെ സക്സസ് ആയി പോകുന്നു. പിന്നെ പ്രസ് ആൻഡ് മീഡിയ തമിഴ്നാട്ടിൽ 2 ദിവസം മുന്നേ കണ്ടു. അവർക്കും വളരെ ഇഷ്ടപ്പെട്ടു മൂവി. അവരും വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസാണ് തരുന്നത്. ഇതൊരു തമിഴ്നാടിൻ്റെ കൾച്ചറിലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. അത് കൂടാതെ തന്നെ ഇതിൽ ലവ്, ഡ്രാമ, ആക്ഷൻ എല്ലാം ഉണ്ട്. എല്ലാം ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു മാസ് മൂവി തന്നെയാണ്. എല്ലാവരും മൂവി കണ്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും എല്ലാം ഒന്ന് പബ്ലിക്കുമായിട്ട് എല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇപ്പൊ തിയേറ്റർ റെസ്പോൺസുകൾ ഞാൻ കണ്ടായിരുന്നു. ഭയങ്കര ആളുകൾ അത്ര ഏറ്റെടുത്ത് പറയുന്നത് ഭയങ്കര ക്യാരക്ടറായിട്ടുള്ള റെസ്പോൺസുകൾ പറയുന്നത് അല്ലെങ്കിൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം. നമ്മൾ എടുത്ത എഫേർട്ടിന് റിസൾട്ട് ഉണ്ട്. പ്രേക്ഷകർ ആ ക്യാരക്ടറായിട്ട് അക്സെപ്റ്റ് ചെയ്ത് റിസൾട്ട് ഉണ്ടാകുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ. മലയാളത്തിൽ നിന്ന് നമുക്ക് മലയാള പ്രേക്ഷകർ എല്ലാത്തിനും ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവും. ഇന്ന് ഇച്ചിരി ശരിയാക്കായിരുന്നു, ഇച്ചിരി കൂടെ അത് നോക്കായിരുന്നു. തമിഴ് അങ്ങനെയല്ല. ഇച്ചിരി അവരെല്ലാം ആഘോഷിക്കുന്ന ഒരു ടൈപ്പ് ആളുകളാണ്. എങ്ങനെയുണ്ടായിരുന്നു ആ റെസ്പോൺസുകൾ? ഇന്നലെ DFS കണ്ടത് മധുരയിൽ വെച്ചിട്ടാണ്. അതിൽ ഫസ്റ്റത്തെ ഷോ കഴിഞ്ഞ്
ഫസ്റ്റത്തെ ഷോ ഇന്റർവെല് കഴിഞ്ഞിട്ട് ഞാനൊന്ന് വാഷ്റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി ശരിക്കും ഇവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം എനിക്ക് വാഷ്റൂമിലേക്ക് പോകാൻ പറ്റാതെ അത്രയും ജനങ്ങൾ അവിടെ കൂടി അവരുടെ സംസാരം, അവരുടെ ഫോട്ടോ എടുക്കൽ, അവർ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതായത് ഒരു പുറമേ നിന്നൊരാൾ വന്ന് അവരുടെ ഉള്ളിലത്തെ ഒരു മൂവി ചെയ്യുമ്പം അവർക്ക് അത്ര പെട്ടെന്ന് കണക്റ്റ് ആവുന്നില്ല. പക്ഷെ അവർക്കത് നല്ല രീതിയിൽ കണക്റ്റായി. അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ സ്പീച്ച്, ഒരു കെടാക്കട്ടാരി, അതായത് ഒരു വീട്ടിൽ എന്തായാലും ഒരു കടയുണ്ടാവും. അവരത് നമ്മളുടെ ഇപ്പോൾ ഒരു 3 കുട്ടികളുണ്ടെങ്കിൽ 4ാമത്തെ കുട്ടിയായിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു കെടാക്കട്ടാരി എന്തൊക്കെ ചെയ്യുമോ കെടാക്ക് വേണ്ടിയിട്ട് അത് കറക്റ്റായിട്ട് അവർക്ക് സ്ക്രീനിൽ കാണാൻ പറ്റി. അതിൻ്റെ ഒരു ഫീല് അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അവരുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും എല്ലാത്തിലും. എനിക്ക് ഭയങ്കര ഹാപ്പി ഞാൻ. ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ സംഭവം ടഫായിരുന്നു. ഒരാടിനെ നമുക്ക് ഓൺ ഷോട്ട് മനുഷ്യന്മാർ പോലെ അല്ലല്ലോ ആനിമൽസ്. അതിപ്പം ചിലപ്പം അവരുടെ ട്രിഗർ ആയ ചിലപ്പോൾ അടുത്തിരിക്കുന്നുണ്ടാവും പോലും തോന്നത്തില്ല. ചിലപ്പോൾ അവര് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം. ഒരു കെടയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെൽവിക്സ് ലെവലിൽ വരും. അത് 100% സൈഡ് വെട്ടും. സൈഡ് വെട്ടിക്കഴിഞ്ഞാൽ എവിടെയാണ് ആക്സിഡന്റ് ആവാന്ന് നിങ്ങൾക്ക് ഉദ്ദേശിച്ചാൽ കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ മധുരയിൽ പോയപ്പം എൻ്റെ അടുത്ത് ഫസ്റ്റ് വന്ന ഡയലോഗ് എന്നറിയാം, വാങ്ങ നീങ്ക എന്തെങ്കിൽ നീങ്ക വേറെ വാങ്ങ ടീയെ കുട്ടി സാപ്പിട്ട് പോകാനല്ലേ സാർ എന്ന് പറഞ്ഞു. ഈ ഒരു ലാംഗ്വേജ് മനസ്സിലാവാൻ ഞാൻ ആളിനെ കൊണ്ട് ഒരു 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യിപ്പിച്ചു. ഞാൻ ഡയറക്ടർ പറഞ്ഞു ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ പോകില്ല, ഇത് നടക്കില്ല, ഇത് നടപടിയാവില്ല, ഇത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ട്രോള് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞില്ല എന്തായാലും ട്രോള് കിട്ടില്ല, ഞാൻ പറയണ പോലെ ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്താൽ മതി പറഞ്ഞിട്ട് ആളുടെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് 2 പേര് മധുരയിൽ നിന്നുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവർ ഈ പുറത്തുകൂടെ നടന്നു കൊണ്ടുപോയിട്ട് ഇങ്ങനെയാണ് സംസാരിക്കുക, ഇതാണ് ഇതിൻ്റെ വേടിൻ്റെ അർത്ഥം, ഇങ്ങനെ നമ്മൾ നേടി സംസാരിക്കണം, ഇവിടെ ഇങ്ങനെ കുറച്ച് സംസാരിക്കണം, ഇത് പറഞ്ഞു തന്നെയായിരുന്നു പരിപാടി. എന്നതിന് ശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മളുടെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡയലോഗ് അടക്കം എല്ലാ കാര്യങ്ങളും അതിൻ്റെ മോഡറേഷൻ പെർഫെക്റ്റ് ആയിട്ട് എഴുതി തന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ. എനിക്ക് സ്ക്രിപ്റ്റ് നോക്കുക, പുറമേയുള്ള ആൾക്കാർ എങ്ങനെ ചെയ്യുന്ന അവരുടെ ബോഡി ലാംഗ്വേജ് പഠിക്കുക, സ്ക്രിപ്റ്റ് പഠിക്കുക. അതുകൊണ്ട് എനിക്ക് ആ ലാംഗ്വേജിന് കറക്റ്റായിട്ട് ലിപ്പ് കൊടുക്കാൻ പറ്റി, പഠിച്ച് പറഞ്ഞതുകൊണ്ട്. ഡബ് ചെയ്തിരിക്കുന്നത് ഞാനല്ല, പക്ഷേ എനിക്ക് പെർഫെക്റ്റായിട്ട് ഞാൻ പഠിച്ച് പറഞ്ഞതുകൊണ്ട് എനിക്ക് പെർഫെക്റ്റ് ലിപ്പ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം മടിയൊക്കെ ടിപ്പില്ലാതെയാണ് ആക്ഷൻ സീനുകൾ ചെയ്തതെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, അപ്പോൾ ഇന്റർവ്യൂ കണ്ടതെന്ന് പറയാം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടെ റിസ്ക് കൂടുമ്പോൾ നമ്മുടെ ലൈഫ് ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് പ്രധാനമാണല്ലോ. പിന്നെ പിന്നെ നമുക്ക് ലൈഫ് മുന്നോട്ട് പോകണമല്ലോ. ഏതെങ്കിലും പോയി തോന്നിയിരുന്നത് ഈ സീൻ എടുക്കുമ്പോൾ ഒരു ഗ്രൂപ്പിൽ ചെയ്യാമെങ്കിൽ ഞാൻ ചെയ്യണോ തോന്നിയിട്ടുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു അത് ചെയ്യാൻ അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 കൊല്ലം അവിടെ കൊണ്ടുപോയിട്ട് ഇത്രയും അടി മേടിച്ച് തന്നിരിക്കണം, ഇത്ര ഇടി മേടിച്ച് തന്നിരിക്കണം തോന്നിയില്ല. എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3 വർഷത്തെ ഒരു ടൈമിൽ ഞാൻ അവിടെ പോയി പഠിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം ഒറിജിനൽ കെടാസണ്ടയ്ക്ക് വിട്ടിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളിന് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും റിയലായിട്ട് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പക്ഷേ 2-3 അടിയൊക്കെ ഇങ്ങനെ ആടിൻ്റെ മേടിക്കുന്ന സമയത്ത് ചില സമയത്ത് ദേഷ്യമൊക്കെ വരും. ചില സമയത്ത് ആളുടെ ഒരു ഷൂട്ടിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് അവൈലബിൾ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത്. ഇടയിൽ പോയിട്ട് അപ്പോഴേക്കപ്പോൾ വേറെ ആർട്ടിസ്റ്റ് വരാൻ 1 മണിക്കൂർ ഡിലേ ആയാലും അപ്പോൾ പോയിട്ട് രസമായിട്ട് വരാൻ പറയും. അപ്പോൾ ചില സമയത്ത് ഇറിറ്റേഷനൊക്കെ വരും. എന്നാലും സഹിച്ചിട്ടൊക്കെ ചെയ്യാൻ വേറെ രക്ഷയൊന്നുമില്ലല്ലോ നമുക്ക്.